ഓം നമഃശിവായ. നാം ഇന്ന് പറയുന്നത് ജ്യോതിഷത്തിൻ്റെ 13ാമത്തെ വീഡിയോയെക്കുറിച്ചാണ്. അതിൽ ഒന്നാമതായിട്ട് പറയുന്നത് സ്ഥലശുദ്ധിയെക്കുറിച്ചാണ്. എങ്ങനെയാണ് സ്ഥലം ശുദ്ധമാക്കുന്നത്? ഖനനം, ഹരണം, ദാഹപൂരണം, ഗോനിവാസനം, വിപ്ലോച്ഛിഷ്ടം ചകവ്യം സപ്തം മേ സ്ഥലശുദ്ധിയ. അതായത് സ്ഥലത്തിലെ നടുക്ക് മധ്യഭാഗത്ത് നിന്നും ഒരടി കുഴിച്ചിട്ട് മണ്ണ് മാറ്റിയതിന് ശേഷം അവിടെ തീയിട്ട് കത്തിച്ച് അവിടെ പശുവിനെ കെട്ടി ചാണകവും മൂത്രവും വീട്ടിച്ചതിന് ശേഷം ശുദ്ധമായ മണ്ണിട്ട് മൂടിയതിന് ശേഷം പഞ്ചഗവ്യം തളിച്ച് സ്ഥലശുദ്ധമാക്കുക. ഇങ്ങനെയാണ് ദോഷം കാണുന്ന സ്ഥലശുദ്ധമാക്കുന്നത്. ഇനി നമുക്ക് ഓരോ ദേവന്മാർക്കും അർപ്പിക്കേണ്ട പുഷ്പങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. സൂര്യന് കൂവളത്തിലാണ്. അപ്പോൾ സൂര്യനെന്ന് പറയുമ്പോൾ നമ്മൾ ശിവനെയാണ് ഉദ്ദേശിക്കുന്നത് കൂടുതലായിട്ടും. അർക്കശംഭുരുദാഹൃതോ അഖിലേ ഗൃഹേഷർക്കോ യതിദ്വന്ദ്വേ ദ്രേക്കാണോ പ്രഥമേ ഗുഹേ അർത്ഥഗതിതോ വിഘ്നേശ്വരോ മധ്യമേ എന്നാണ് പ്രശ്നമാർഗത്തിൽ പറയുന്നത്. അപ്പോൾ എല്ലാ രാശികളിലും നിൽക്കുന്ന സൂര്യനെന്ന് പറയുന്നത് ശിവനായിട്ടാണ് സങ്കല്പിക്കുന്നത്. അർക്കശംഭുരുദാഹൃതോ അഖിലേ ഗൃഹേഷർക്കോ യതിദ്വന്ദ്വേ ദ്രേക്കാണോ പ്രഥമേ ഗുഹേ അർത്ഥഗതിതോ വിഘ്നേശ്വരോ മധ്യമേ. എന്നാൽ പ്രഥമ ദ്രേക്കാണത്തിൽ നിൽക്കുന്ന സൂര്യനെക്കുറിച്ച് നമ്മൾ പറയുന്നത് ഗണപതിയായിട്ടാണ്. അപ്പോൾ നമ്മൾ ദ്രേക്കാണവും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും നമ്മൾ പിന്നീട് പറയുന്നതാണ്. ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ സൂര്യന് കൂവളത്തിലെയാണ്, ചന്ദ്രന് വെള്ളത്താമരയാണ് കൊണ്ടാണ് നമ്മൾ അർപ്പിക്കേണ്ടത്. കുജന് അഥവാ സുബ്രഹ്മണ്യന് ചുവന്ന പൂക്കൾ കൊണ്ട് ആരാധിക്കണം. ബുധന് തുളസിയിലയാണ്. വ്യാഴത്തിന് ചെമ്പകപ്പൂ കൊണ്ടാണ് നമ്മൾ അർപ്പിക്കേണ്ടത്. അതുപോലെ ശുക്രന് മുല്ലപ്പൂവും ശനിക്ക് നീലത്താമരയുമാണ് കൊണ്ടാണ് നമ്മൾ അർപ്പിക്കേണ്ടതെന്നാണ് ജ്യോതിഷം പറയുന്നത്. ഇതുകൂടാതെ കൊണ്ട് തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ക്ഷേത്ര പ്രദക്ഷിണത്തിനെക്കുറിച്ച് പറഞ്ഞായിരുന്നു. അതൊരല്പം കൂടി പറയുവാനുണ്ട്. ഗണപതിക്ക് ഒരു പ്രാവശ്യവും പ്രദക്ഷിണം ചെയ്യുക. ആദിത്യന് 2 പ്രാവശ്യവും, ശിവന് 3 പ്രാവശ്യവും, വിഷ്ണുവിന് 4 തവണയും, ശാസ്താവിന് 5 പ്രാവശ്യവും, സുബ്രഹ്മണ്യന് 6 പ്രാവശ്യവും, ഭഗവതിക്ക് ദേവിക്ക് 7 തവണയും, ആലിന് 7 തവണയുമാണ് പ്രദക്ഷിണം ചെയ്യേണ്ടത്. ഇനി നമ്മൾക്ക് ഇടവക്കൂറിനെ കുറിച്ചാണ് പറയുന്നത്. അത് കാർത്തിക മുക്കാൽ രോഹിണി മകൈരമര ആണ് ഇടവക്കൂർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇടവക്കൂർ എന്ന് പറയുമ്പോൾ അവരുടെ പൊതുവായിട്ടുള്ള സ്വഭാവ രീതികളെക്കുറിച്ചാണ് പറയുന്നത്. പണിയെടുക്കുന്ന കാള അഥവാ അമ്പലക്കാള എന്നാണ് ഇവരെ പറയുന്നത്. അന്യർക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവരാണ്, മറ്റുള്ളവരുടെ നിയന്ത്രണത്തിൽ വരുന്നവരാണ്. അതുപോലെ തന്നെ ധാരാളം ഭക്ഷണം കഴിക്കുവാൻ താല്പര്യമുള്ളവരാണ്. അവർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളെ എതിർത്ത് സംസാരിക്കുന്നവരാണ്. വളരെ ദൈവാധീനമുള്ളവരാണ്. സുഖലോലുപന്മാരായിരിക്കും. ഒന്നിനും ഒരു കുറവും വരാതെ ഇരിക്കുവാൻ അവർ ശ്രദ്ധിക്കുന്നവരാണ്. അവരുടെ ഇപ്പോഴത്തെ നില ഒരല്പം ദോഷമാണെന്നാണ് കാണുന്നത്. ജന്മത്തിൽ വ്യാഴം നിൽക്കുന്നുണ്ട്. രാമം ജന്മനേ ദുഃഖം ശിഷ്ടം ആവേലി ബന്ധനം അഷ്ടമി ഹരിതോബലി ദ്വാദശി ദൗരികാവധം. അപ്പോൾ വ്യാഴം ജന്മത്തിൽ വന്നപ്പോഴാണ് രാമന് ദുഃഖമുണ്ടാകുന്നത്. 6-ൽ വ്യാഴം വന്നപ്പോഴാണ് മാവേലിയെ ബന്ധിച്ചത്. അതുപോലെ തന്നെ 8-ൽ വ്യാഴം വരുമ്പോഴും ദോഷമാണ്, 12-ൽ വ്യാഴം വരുമ്പോഴും ദുഃഖകരമാണ്. ഇതാണ് പറയുന്നത്. ഇനി അവർക്കിടെ ദുഃഖങ്ങൾ വേറെ എന്ന് പറയുന്നത്, കണ്ടകം 18-ൽ ശനി കരുതാതെ ശനി നിന്നാൽ ദണ്ഡങ്ങൾ പലതുണ്ടാം, ദ്രവ്യനാശങ്ങളുണ്ടാം. അപ്പോൾ പണ്ടുള്ള നന്മകൾ വിട്ട് കുടിയിരുന്നത് വേറെയായി.
10-ാം ഭാവത്തിലാണ് ശനി നിൽക്കുന്നത്. അത് വളരെയധികം ദോഷം ചെയ്യുന്ന ശനിയാണ്. അത് മാർച്ച് മാസം വരെ നിലനിൽക്കുന്നുള്ളൂ. അതുകൊണ്ട് ആ ദോഷങ്ങൾ മാറിക്കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ കേട്ടതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, ഇഷ്ടപ്പെടുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനാണ് ഈ വീഡിയോ കണ്ടിട്ട് താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം.